നമസ്കാരം. ഇന്ന് നല്ലൊരു ഹെൽത്തി ചമ്മന്തിപ്പൊടി റെഡിയാക്കാം. കറിവേപ്പില ചമ്മന്തിപ്പൊടി. ആദ്യം തന്നെ ഗ്യാസ് ഓൺ ചെയ്ത് പാൻ വെച്ച് 2 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി നീളത്തിലരിഞ്ഞതും 10-15 വറ്റൽ മുളക്, 3 കാശ്മീർ മുളകുണ്ട്. ഇതിനകത്ത് 2 ഇള വെളുത്തുള്ളി എടുത്ത് ആദ്യം തന്നെ മുളക് അടുപ്പത്തിട്ട് കൊടുക്കാം. മുളക് ആദ്യം തന്നിട്ട് കുറച്ച് മുരിഞ്ഞ് വരും. വലിയ മുളകൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു വർഷം വരെ കേട് കൂടാതെ ഇരിക്കും ഈ ചമ്മന്തിപ്പൊടി. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഗ്യാസ് ഫ്ലെയിം അവസാനം വരെ കുറച്ചിട്ട് തന്നെ വെക്കണം. അതിന് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും ചേർത്ത് തേങ്ങാപ്പാലൊന്ന് വറ്റുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നല്ല ടേസ്റ്റുള്ള ചമ്മന്തിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് 1 ടേബിൾ സ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. 1 ബൗൾ നിറയെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയിൽ ഒന്ന് വാടി വരുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. 1 ടീസ്പൂൺ ഉടമ്പുളി ഇത് ചെറുത് ആയിട്ട് അരിഞ്ഞെടുത്തത് ഇതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്ത് ഇപ്പം തണുത്ത് കഴിഞ്ഞ് മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കുക. ഒന്ന് പൊടിച്ചെടുക്കുക. നല്ലെടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് പൊടിച്ചെടുത്ത്. ഒരുപാട് നൈസ് പൊടീൻ്റെ ആവശ്യമില്ല. ഇതുപോലെ തരിതരിയായിട്ടുള്ളത്. ഈ ചമ്മന്തിപ്പൊടി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ.